സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പ്രധാന കാരണം വനം വകുപ്പിനുണ്ടായ വീഴ്ചയെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. വന്യജീവി ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിൽ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട്. KSEBക്കെതിരെയും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംസ്ഥാനത്തെ 63 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇപ്പോൾ CAG റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണല്ലോ അജീഷ്. ഉന്മേഷ്, വന്യമൃഗ സംരക്ഷണം തടയുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടതെന്നാണ് CAG റിപ്പോർട്ടിലുള്ള പ്രധാന വിമർശനം. മൃഗങ്ങൾക്കുള്ള വെള്ളവും ആഹാരവും ഉൾക്കാട്ടിൽ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല. അതിനാൽ വന്യജീവികൾ നാട്ടിലിറങ്ങി ആനത്താരകൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കിയില്ലെന്നും CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. അക്രമകാരികളായ ആനകൾക്ക് റേഡിയോ കോളർ സ്ഥാപിക്കണമെന്ന കേന്ദ്ര വനമന്ത്രാലയത്തിന്റെ നിർദ്ദേശവും നടപ്പിലാക്കില്ല. ഇതിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാനം വരുത്തിയത്. 2018-ൽ പാലക്കാട് DFO 5.63 കോടി ചെലവഴിച്ച് 3 റേഡിയോ കോളർ വാങ്ങിയിരുന്നു. എന്നാൽ ഇതുവരെ കോളർ സ്ഥാപിക്കാൻ കേന്ദ്ര അനുമതി വാങ്ങിയെടുക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. വനേതര ഭൂമി വേർതിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. വനഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നതും പതിവാക്കി. വയനാട്ടിലെ വനവിസ്തൃതി കുറഞ്ഞുവെന്നും റിപ്പോർട്ടിൽ അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.